പഞ്ചായത്തിൽ RRT ടീമിന്റെ പ്രവർത്തനം നിഷ്ക്രിയമെന്ന പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ഏതാനും ദിവസമായി 4ഓളം കാട്ടാനകൾ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇവയെ തുരത്താൻ ചുമതലയുള്ള RRT അംഗങ്ങളെ കാട്ടാനയിൽ നിന്നും സംരക്ഷിക്കേണ്ട ചുമതല ഒടുവിൽ ജനങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. വനം വകുപ്പിന്റെ നയവഞ്ചന തുടർന്നാൽ ശക്തമായ സമരമായിരിക്കും മുന്നോട്ടുണ്ടാവുക എന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ നിവാസികൾ. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ജനങ്ങളും ജനപ്രതിനിധികളും പ്രകടിപ്പിക്കുന്നത്. വനം വകുപ്പും ഭരണകൂടവും ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടികൾക്കും തയ്യാറാകാത്തത് പഞ്ചായത്ത് സമിതിയെയും അംഗങ്ങളെയും ഒരുപോലെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പുന്നേക്കാട് മുതൽ തട്ടേക്കാട് വരെയുള്ള റോഡ് ആനകളുടെ സ്ഥിരം വിഹാരകേന്ദ്രമായി മാറി. കാട്ടാനകളെ തുരത്താൻ നിയുക്തരായ RRT ടീമിന്റെ പ്രവർത്തനം നിഷ്ക്രിയമാണെന്ന് വിലയിരുത്തിയ പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട്. ഫോറസ്റ്റ് അധികൃതർ തങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് റീന ജോഷി വ്യക്തമാക്കുന്നു. ഇവിടെ RRT ടീമിന്റെ പ്രവർത്തനം ഉണ്ട് എന്ന് പേരിന് മാത്രമാണ് അത് നടത്തപ്പെടുന്നത്. കാരണം പൊതുജനങ്ങളാണ് ഈ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയം തന്നെയാണെന്ന് കാണിക്കത്തക്ക രീതിയിലാണ് പൊതുജനങ്ങൾ തുക സമാഹരിച്ചുകൊണ്ടുള്ള ഫെൻസിങ്ങിൻ്റെ നിർമ്മാണം കഴിഞ്ഞ 4 മാസക്കാലം കൊണ്ട് ഇപ്പോൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വരെ അതിൻ്റെ വർക്ക് ഇപ്പോൾ പുരോഗമനത്തിലായിരിക്കുന്ന വേളയിൽ വർഷങ്ങളായി ഇവിടെ നടക്കുന്ന ഫെൻസിങ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനായിട്ട് നാളിതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സർക്കാരിൻ്റെ പരാജയം അറിയിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി ആനകൾ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. മാത്രവുമല്ല RRT അംഗങ്ങളെ സംരക്ഷിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നതെന്നും കീരമ്പാറ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് സി പുലൻ പറഞ്ഞു. ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന സർക്കാരും ഫോറസ്റ്റ് അധികാരികളും കാരണം ഉദാഹരണം തന്നെ ഈ ഫെൻസിങ്ങിൻ്റെ നടപടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് 1.5 വർഷക്കാലമായിട്ട് ഫെൻസിങ്ങിൻ്റെ പരിപാടികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുട്ടമ്പുഴ പഞ്ചായത്തും കീരമ്പാറ പഞ്ചായത്തും സംയുക്തമായിട്ട് നടത്തിയ സമരത്തിൻ്റെ ഫലമായിട്ട് DFO നമുക്ക് ഉറപ്പ് തന്നാണ് 3 മാസത്തിനുള്ളിൽ ഫെൻസിങ്ങിൻ്റെ ഇട്ട് തീർത്ത് നടപടികൾ സ്വീകരിക്കുമെന്ന് പറയും. ഇതേവരെയും ഒരു അനക്കം പോലും സംഭവിച്ചിട്ടില്ല. കുറേ ഭാഗം ഫെൻസിങ് ഇട്ടു, ആ ഭാഗം ആന തകർത്തു. അപ്പോൾ ഇത് ഒരു കാലത്തും നടപ്പിലാക്കാത്ത രീതിയിൽ ആനയ്ക്ക് സ്വൈര്യവിഹാരം നടത്തുന്നതിനും ആനയ്ക്ക് നാട്ടിലിറങ്ങി ഭക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇപ്പോൾ ഫോറസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തട്ടേക്കാട് ക്ഷേത്രത്തിലെ ഉത്സവം, പുന്നേക്കാട് കപ്പേലയിൽ തിരുനാൾ തുടങ്ങിയ ചടങ്ങുകൾ നടക്കാനിരിക്കെ റോഡിലേക്കെത്തുന്ന കാട്ടാനകളെ വനം വകുപ്പ് മുൻകൈയെടുത്ത് കാടിനുള്ളിലേക്ക് തുരത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. ഇപ്പോൾ അടുത്തു വരുന്ന ശിവരാത്രി മഹോത്സവവുമായി തട്ടേക്കാട് ശിവരാത്രി മഹോത്സവവും പുന്നേക്കാട് ചാപ്പലിലെ തിരുനാളുമോട് അനുബന്ധിച്ചൊക്കെ രാത്രി യാത്രകളൊക്കെ പൊതുജനങ്ങൾക്ക് ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ആനയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. വനം വകുപ്പ് വീണ്ടും ഗുരുതരമായ അനാസ്ഥ തുടരുന്ന പക്ഷം ശക്തമായ സമരങ്ങൾ നടത്തേണ്ടി വരുമെന്നും പഞ്ചായത്ത് ജനപ്രതിനിധികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.